മതേതര ജനാധിപത്യ ആശയങ്ങളുടെ ശത്രുവാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന, അവരുമായി കൂട്ടുപിടിക്കുന്ന കോൺഗ്രസ് ഗാന്ധി നെഹ്റു പാരമ്പര്യങ്ങളെ കോൺഗ്രസ് കേരളത്തിൽ പൂർണ്ണമായിട്ടും കുഴിച്ചുമൂടിയിരിക്കുന്നു. നെഹ്റു ഗാന്ധി മൂല്യബോധമുണ്ടെങ്കിൽ കോൺഗ്രസ്സിന് ഇവരുമായി ഈ ഐക്യം ഉണ്ടാക്കാൻ പറ്റുമായിരുന്നില്ല. പക്ഷെ ഉണ്ടായിരിക്കുന്നു. അവർക്ക് പരാജയഭീതി ശക്തിപ്പെടുകയാണ്. അതുകൊണ്ട് നിലവിട്ട പ്രചാരണ ശൈലിയാണ് ആ കൂട്ടർ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. നിലവിട്ട മോദിയാണെങ്കിൽ ഗർജിക്കുകയാണ്. 400 സീറ്റ് ഉറപ്പാണ് എന്ന് പറഞ്ഞ മോദി 3-ാം ഊഴം തനിക്കാണെന്ന് കട്ടായം പറയുന്ന മോദി ഇപ്പം അതങ്ങനെ പറയുന്നില്ല. വല്ലാത്ത പരക്കപ്പാച്ചിലാണ്. ആ പരക്കപ്പാച്ചിലെല്ലാം ഉള്ളത് ഗർജനങ്ങളാണ്. ആ ഗർജനങ്ങളെ ആണ് മോദി സ്വന്തം മാർഗമായി കണ്ടതെങ്കിൽ മോദി രാഷ്ട്രീയത്തിൻ്റെ ഇവിടുത്തെ ബന്ധുക്കളായി മാറാനുള്ള അധപ്പതനം നേടിയ കോൺഗ്രസ്സുകാർ ഇവിടെ അപവാദ പ്രചരണത്തിൻ്റെ മാർഗമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അപവാദ പ്രചാരണം. അതിൻ്റെ ഭാഗമായിട്ടാണ് പൊതു ക്യാമ്പയിനുകളിൽ, പൊതു രാഷ്ട്രീയത്തിൽ ഒരു പാർട്ടിയും ഒരു മുന്നണിയും ഒരിക്കലും ചെയ്തുകൂടാത്ത തരത്തിലുള്ള അങ്ങേയറ്റം മ്ലേച്ഛമായ ശൈലിയുമായി കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നത്. വടകരയിൽ അവർ കാണിച്ചത് പൊറുക്കാനാകാത്ത തെറ്റാണ്. ഞാൻ മിതമായ വാക്ക് പരുതുകയായിരുന്നു. ആ വാക്ക് മിതമായ വാക്കാണ്. അതാണ് ഇപ്പോഴത്തെ കോൺഗ്രസിനെ നയിക്കുന്നത്. ഇത് പുതിയ കാര്യമല്ല. വാസ്തവത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ സംവാദ വേദിയിൽ എല്ലാ മാനവും മര്യാദയും ആദ്യമായി തകർത്തെറിയപ്പെട്ടത് 1959 അന്നാണ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ വേണ്ടി കോൺഗ്രസ് വിമോചന സമരം നയിച്ചത്. 59 വിമോചന സമരം. 57 ഗവൺമെൻറ് വന്നത്. 57 ഗവൺമെൻറ്റിനെ താഴ്ന്നിറക്കാൻ വേണ്ടി കോൺഗ്രസ് നടത്തിയ വിമോചന സമരം. ആ സമരത്തിൻ്റെ മൂർധന്യാവസ്ഥയാണ് 59 ആദ്യമായി ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ കേന്ദ്ര ഗവൺമെൻറ് 356 വകുപ്പ് ഉപയോഗിച്ച് വെട്ടി വീഴ്ത്തിയത്. ജനാധിപത്യവാദിയായ നെഹ്റുവിൻ്റെ പൊതുജീവിതത്തിലെ ഏറ്റവും വലിയ കളങ്കമാണ് ആ ജനാധിപത്യ ഹത്യയെന്നും ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അന്നാണ് രാഷ്ട്രീയത്തിലെ സംവാദങ്ങളിൽ മര്യാദകൾ, മൂല്യങ്ങൾ എല്ലാം പിച്ചിച്ചീന്തപ്പെട്ടത്. തെറിവിളികളും ഗുണ്ടായുസവും എല്ലാം അന്നാണ് ആദ്യമായിട്ട് രംഗത്ത് വന്നത്. അതുവരെ സംവാദങ്ങൾ രാഷ്ട്രീയമായിരുന്നു, ആശയപരമായിരുന്നു, തർക്കം നിലപാടിനെ ചൊല്ലിയായിരുന്നു. 59 കോൺഗ്രസ് അതിനെയെല്ലാം പൊളിച്ചടുക്കി രാഷ്ട്രീയത്തിലേക്ക് നാം പിന്നെ കണ്ട എല്ലാത്തരം തിന്മകളെയും അവർ കൂട്ടിക്കൊണ്ടുവന്നു. ആ കോൺഗ്രസ് ഇപ്പോൾ വടകരയിൽ അതിൻ്റെ ഏറ്റവും വലിയ കൊടുമുടിയിൽ കയറിയിരിക്കുകയാണ്. അമ്മ പെങ്ങന്മാരുള്ളവർക്കാർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര അറപ്പുളവാക്കുന്ന ശൈലിയുമായി, തന്ത്രങ്ങളുമായി ഈ നാടാകെ ബഹുമാനിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്കെതിരായി, ആ സ്ഥാനാർത്ഥി ഇടതുപക്ഷ സ്ഥാനാർത്ഥി അതുകൊണ്ട് മാത്രം അവർ ചെയ്തത് മാപ്പില്ലാത്ത കുറ്റമാണ്. എനിക്ക് നല്ല ഉറപ്പാണ് UDF സ്ത്രീകൾ, കോൺഗ്രസ്സിലെ മുസ്ലിം ലീഗിലെ സ്ത്രീകൾ അത് അംഗീകരിക്കുന്നില്ല. സ്ത്രീത്വം എന്ന ഒന്ന് എക്കാലവും ബഹുമാനിക്കപ്പെടേണ്ട ഒന്നാണ്. രാഷ്ട്രീയഗതമാകട്ടെ, പാർട്ടിഗതമാകട്ടെ, മുന്നണിഗതമാകട്ടെ, വിജയിക്കട്ടെ തോൽക്കട്ടെ, പക്ഷെ സ്ത്രീത്വം എല്ലാത്തിനേക്കാളും മീതെയാണ്. ഇതാണ് കമ്മ്യൂണിസ്റ്റ് നിലപാട്.
ഞാൻ CPIക്ക് വേണ്ടി ആ നിലപാട് ഖണ്ഡിതമായി പറയുന്നു. സ്ത്രീത്വമാണ് ഏറ്റവും അധികം ബഹുമാനിക്കപ്പെടേണ്ടത്.